Welcome back to Chunga Jewelry 5 minutes fun star. Team പാണ്ടിപ്പടയുടെ ഫേവറേറ്റ് സ്കിറ്റ് ആണ് നമ്മൾ കണ്ടത്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഫേവറേറ്റ് ആയല്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ക്യാരക്ടേഴ്സ് വരുമ്പോഴും നിങ്ങൾ അതിന് കുറേ ആൾക്കാരെ ഉപയോഗിക്കാതെ നിങ്ങൾ തന്നെ മാറി 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 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിട്ട് ഒരു ലാഗ് ഇല്ലാതെ എനിക്ക് കോസ്റ്റ്യൂമിനെല്ലാം ഭയങ്കര പെർഫെക്ഷനോടുകൂടി വന്നു. പിന്നെ സ്കിറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കുന്നതിന് മുമ്പ് സപ്പോർട്ട് ചെയ്തവരെ ഇതിനകത്ത് പരിചയപ്പെടുത്തിയേ പറ്റുള്ളൂ, അനിവാര്യമാണ്. ചേട്ടാ പേരെന്താ? ദീപക്. ഒരു ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ ചേട്ടാ. വെറുതെ ഒരു വരവും പോക്കും ചവിട്ടിപ്പൊടിക്കലും മാത്രം ഉള്ളായിരുന്നെങ്കിലും ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു ചേട്ടാ. ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അടുത്ത അദ്ദേഹം രഞ്ജു കോട്ടയം, നല്ലൊരു ആർട്ടിസ്റ്റ്, നന്നായിരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ഇനി അടുത്തത് നമ്മുടെ ബൈജിക്കുട്ടൻ. അത് നമ്മൾ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ഒന്നും പറയുന്നൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെ അല്ലേ. വളരെ നന്നായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള ഓവറോൾ എല്ലാത്തിനെയും കുറിച്ച് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. നാദർഷിക്ക. ഗംഭീരായിരുന്നു, നല്ല സ്കിറ്റ്, താങ്ക് യു, കലക്കി. ശരിക്കും നിങ്ങൾ വന്ന് നിന്നിട്ട് ഇത്രയും ചെയ്തില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. ഇത് ചെയ്തത് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു നിങ്ങളിൽ നിന്ന്. ശരിക്കും ഇങ്ങനെ ഇത് ഇത്രയും ഗംഭീരമായിട്ടൊരു സ്കിറ്റ് നമ്മളൊരു സിനിമ കാണുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്ന് നിന്നിട്ട് റെജിയുടെ നന്ദനത്തിലെ ഡയലോഗ്, അത് ആ റെജി ഒന്നുകൂടി ഒന്ന് പറഞ്ഞ റെജി. ഇത് പ്രാർത്ഥന. ഒരുപാട് മോഹങ്ങൾ എൻ്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ആദ്യം ഓടി ഇങ്ങടെ വന്നത്. വിളക്ക് കത്തിച്ചപ്പോൾ എൻ്റെ കൈ പൊള്ളിച്ചിട്ട് വെട്ടത്തിരുന്ന് ചിരിക്കണ്ട, കാണണ്ട, എനിക്ക് മുഖം കാണണ്ട. അല്ല, അത് സാധാരണ വെറുതെ ഒരു പ്രാർത്ഥനയിൽ തുടങ്ങും. സാധാരണ ആരാണെങ്കിലും ആ ഒരു ചിന്ത ആരുടെയായിരുന്നത്? ആ സാധനം അങ്ങനത്തെ ഒരു റജിയുടെ ചിന്ത ആണോ? ഗ്രേറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുമ്പോൾ തന്നെ സാധാരണ എല്ലാവരും ഏതെങ്കിലും ഒരു പ്രാർത്ഥന വെച്ചിട്ട് തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയലോഗിൽ ഗുരുവായൂരപ്പ രക്ഷകണേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകേണ്ട സാധനം ആ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് കലക്കി. അപ്പോൾ അതിനുശേഷം വന്ന ബഹദൂർക്കാടെ ഡ്യൂപ്പ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ബഹദൂർക്കാടെ ഡ്യൂപ്പ്, പിന്നെ TG രവിചേട്ടൻ്റെയും ഒക്കെ ശരിക്കും ആ ഡ്യൂപ്പൊക്കെ ചെയ്തത് നന്നായിരുന്നു കേട്ടോ. പിന്നെ സപ്പോർട്ടിങ് ഗസ്റ്റ് അപ്പിയറൻസ്, വെറുതെ ഒരു വരവ് വന്നിട്ട് അതിലെ ഹീറോയായി മാറുന്നതാണ് അവസാനം. ഒരു ഡയലോഗ് പോലും ഇല്ലാതെ. അതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബലമാണത്. പിന്നെ അനീഷിൻ്റെ നമ്മുടെ പ്രേം നസീർ സാറിൻ്റെ ഇമിറ്റേറ്റ് ചെയ്ത്, അത് സാധാരണ പ്രേം നസീർ സാറിൻ്റെ നമ്മൾ ഈ രൂപം വെച്ചിട്ടൊന്നും ഒരിക്കലും നമ്മൾ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല. ആൾ സുന്ദരനാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അല്ല ഞാൻ ചോദിച്ചത്. ഈ നസീർ സാറ് വരുമ്പോൾ ആ ഒരു രൂപം വെച്ച് വേറൊരു ആർട്ടിസ്റ്റ് സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നല്ലോ. അത് മെയിൽ ആർട്ടിസ്റ്റിന് അത് ആരാണ്? പുതിയ ആളാണ് അതിൻ്റെ കൂടെ ട്രൂപ്പിൽ കളിക്കുന്ന ആർട്ടിസ്റ്റാണ്. ആണോ? എന്താ പേര്? പ്രശാന്ത് എന്നാണ് പേര്. പ്രശാന്ത്. ഗംഭീരമായിരുന്നു. അതായത് എനിക്ക് ഫീമെയിൽസ് ചെയ്യുന്നതിനേക്കാളും സൗന്ദര്യത്തിലും എല്ലാത്തിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി. സുബി ഇവിടെ നിന്നിട്ട് അസൂയപ്പെടായിരുന്നു. ഞാൻ അസൂയപ്പെട്ടു, സത്യം പറയാം, അതാ ഞാൻ എടുത്തു പറഞ്ഞത്. അല്ല, ടോട്ടലി ഇതേ ബൈജു ചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ അതൊരു ഭാഗ്യമല്ലേ. അനിയൻ ഇതുപോലെ വേദിയിലിരിക്കുക, ചേട്ടൻ ജഡ്ജ് ചെയ്യാനിരിക്കുക. തീർച്ചയായിട്ടും അല്ലേ? ഭയങ്കര ഭാഗ്യമായി. ചമ്മലുണ്ടാ? ഇല്ലില്ല. ഞാൻ ഇതിന് ഓരോ ആർട്ടിസ്റ്റും, ശരത്ത് നന്നായിരുന്നു. ശരത്ത് വന്നിട്ട് മധുസാറായിട്ട് മുഖമിട്ട് വരച്ചത് ഗംഭീരമായിരുന്നു കേട്ടോ എല്ലാവരും. അനീഷേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രസാദ് ഏട്ടാ. അനീഷ് പാൽ. യെസ് സർ. ജെന്യുവിനായ ആർട്ടിസ്റ്റുകൾ ആരായാലും ഞാൻ പ്രായം നോക്കാതെ ബഹുമാനിക്കും. ഇനി എനിക്കൊന്നും പറയാനില്ല, എല്ലാം മനോഹരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നാദൃശ പറയാതെ പോയ 1-2 കാര്യങ്ങളും കൂടെ ഞാൻ പറയുന്നു. അതായത് ആ കത്തി കൊണ്ടുവന്നിരുന്നു, അത് വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ആ റേഡിയോ കോമഡി, റേഡിയോ എറിയുന്നു വരുന്നു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളു തുറന്ന് ചിരിച്ചു പോയി, മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ മനോഹരം. എനിക്ക് ആ മധുവിൻ്റെ ഉമ്മ വെക്കൽ മനസ്സിലായില്ലേ, ഭയങ്കരമായിട്ടുണ്ട്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയത്. കാരണം ആ ഒരു ആംഗിൾ, ആ ഏരിയ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ആ പഴയ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് ഐഡിയ അല്ല, പുള്ളിയുടെ സ്വന്തം ഐഡിയ ആണ്. ആണല്ലേ? ഞങ്ങൾ ആരുടെ ഐഡിയ അല്ല, പുള്ളി സ്വന്തമായിട്ട് ഐഡിയ ആണോ ആഗ്രഹമായിരുന്നോ? അത് ഒറിജിനൽ ലേഡി ആയിരിക്കും അഭിനയിക്കണമെന്നുള്ള ധാരണയിൽ വീട്ടിൽ നിന്ന് തന്നെ അത് പ്ലാൻ ചെയ്തു വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആണ് വിഷ്ണുവായി പോയത്. അതെ. പക്ഷേ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, സോറി കേട്ടോ. മറ്റേ അതിനകത്ത് നിങ്ങൾ ഇത് കഴിഞ്ഞപ്പോൾ ഒരു റീ റെക്കോർഡിങ്, ഒരു ഏത് പാട്ടായിരുന്നു അത്? ഒരു
ഏതാ സിംഗം. ആ സാധനം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലാഗ് ഇടിച്ചിട്ട് ചെയ്ത് അതിന്റെ ഒരു എക്സ്പ്രഷൻ റിയാക്ഷൻ ചെയ്തില്ലേ, അതാരുടെ ഐഡിയ ആണത്? അത് ഗ്രൂപ്പാണ്. നമ്മുടെ എല്ലാവരും ഗ്രൂപ്പ്. ഗ്രൂപ്പാണ്. അതാണ് ഇതിന്റെ ഒരു ശരിക്കും എന്താ പറയാ, നമുക്ക് ഒരു ടോട്ടൽ എല്ലാം ഹൈപ്പായിട്ട് ഇങ്ങോട്ട് വരുമ്പോ എല്ലാം ഒത്തിണങ്ങി വരും. കറക്റ്റ്. ശരിക്കും ആ മ്യൂസിക് കഴിഞ്ഞിട്ട് അതേ മ്യൂസിക് പറയുമ്പോൾ ഇവരെല്ലാം ഒന്നും എതിരഭിപ്രായം പറയുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും കിട്ടുന്നത് ഇവിടുന്ന് എന്റെ ടീമിൽ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്. വെരി ഗുഡ്. അത് വളരെ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതെ ബിജുക്കുട്ടൻ. ബിജു ചേട്ടാ. അനീഷേ, അടിപൊളി. താങ്ക് യു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഫൈനൽ കണ്ട ആ ഫൈനലിന്റെ റൗണ്ട് കണ്ട പോലെ എനിക്ക് തോന്നി അല്ലേ? ഒരു സെമി ഫൈനലല്ല, ശരിക്കും നല്ല പഞ്ചിൽ നല്ല കളിച്ച് നല്ല നമുക്ക് ജയിക്കണം എന്നുള്ളൊരു വാശിയും വീറും ഉണ്ടായിരുന്നു അതിനകത്ത്. ബാക്കി എല്ലാം പറഞ്ഞ പോലെയൊക്കെ എല്ലാം മനോഹരമായിരുന്നു. ഡൂപ്പുകൾ ഭയങ്കരമായിരുന്നു കേട്ടോ. പിന്നെ ബഹദൂർക്കിനൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണുന്നത്. അടിപൊളിയായിരുന്നത്. അതുപോലെ നമ്മുടെ മധു സാറിൻ്റെ എന്താണ് പറയുക, അത് എന്താണ് അതിനെ പറയണത്? എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും. ഈ എരിമനെയൊക്കെ കെട്ടൂലേ, എരിമനെ കെട്ടിക്കുമ്പോൾ എരിമനെയൊക്കെ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ കൈ കൊണ്ട് വാങ്ങൂല, തൊട്ടടുത്തിക്കണ മരത്തില തെങ്ങിനിട്ട് ഇങ്ങനെ ഇട്ട്. അതുപോലെ വളരെ മനോഹരമായിരുന്നു. അത് നസീറിന്റെ കൂടെ കളിച്ച പെണ്ണ് നസീർ നന്നായിരുന്നു. എല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓമനക്കുട്ടനാണ്. ഓമനക്കുട്ടൻ്റെ ചവിട്ടി പൊളിക്കണ മിഷ്യൻ അത് ഗ്രാൻഡ് ആണ്. ഒരു ഡയലോഗ് പോലും ഇല്ലാണ്ടല്ല പ്രസന്റേഷനിൽ ആ വരവിലൊക്കെ ചവിട്ടി പൊളിക്കൽ തന്നെ ഒന്നുമില്ല. പുള്ള കടമ ചെയ്തിട്ട് പോവുക. എനിക്ക് തോന്നി, എനിക്ക് 3 ക്ലൈമാക്സ് എനിക്ക് ഇതിനകത്ത് തോന്നി. ഞാൻ ആദ്യം കരുതിയത് അച്ഛനെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞിട്ട് അത് എന്താ അനീഷ് വന്നിട്ട് ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞില്ലേ, അതിന് റീമ്യൂസിക് കൊടുത്ത് ഉഗ്രനായിരുന്നു. എനിക്ക് വിഷമമായി പോയിരുന്നിട്ട് ഞാൻ അതിനായിട്ട് അങ്ങനെ അവസാനിക്കുമെന്ന് കരുതി. അത് ഒരു ട്രാജഡി പോലെ അങ്ങോട്ട് അവസാനിക്കുമെന്ന് കരുതി. പക്ഷെ അവസാനിച്ചില്ല. അത് കണ്ട് റേഡിയോ വന്ന് തല്ലി പൊളിക്കണ പോലെ അത് അവസാനിക്കുന്നത്. അത് രണ്ടാമത്തെ ക്ലൈമാക്സ്. പക്ഷേ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് പോലെ ഒന്നും കൊടുക്കാതെ തന്നെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ബൈജു അതുപോലെ തന്നെ വന്നത് കുറേ ഡയലോഗ് പറഞ്ഞിട്ട് അതിനകത്ത് വലിയ ചിരിക്കാനൊന്നുമില്ലെങ്കിലും ഒരു സാധനം ചെയ്ത് വളരെ മനോഹരമായിരുന്നു. മറ്റേ പ്രസാദം പറഞ്ഞിട്ട് അരിവാൾ കൊണ്ടു കൊടുത്തിട്ട് പഴയ അരിവാളിന് 2000 രൂപ കിട്ടും. നല്ല പഞ്ചുള്ള ഡയലോഗായിരുന്നു, നല്ല ചിരിക്കാനുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രേക്ഷകരുടെയും ജഡ്ജസിന്റെയും മനസ്സ് നിറച്ചു. അപ്പോൾ കൈ നിറയെ മാർക്ക് കിട്ടായിരിക്കും അല്ലേ? മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ, നാഷിക. എനിക്ക് ആ ഓമനക്കുട്ട ഒന്നുകൂടി ഒന്ന് നടക്കുമോ അതിലെ ഫ്രണ്ടിൽ? ഷർട്ട് ഇട്ടിട്ടില്ല, ഷർട്ട് ഊരിയിട്ട് നടക്കണമായിരുന്നു. അല്ല, ഓമനക്കുട്ടനൊക്കെ ഇപ്പൊ എറണാകുളത്ത് നല്ല പണി കിട്ടും. കാരണം മറ്റേ മെട്രോ റെയിൽവേന്റെ പണികളൊക്കെയാണ് ഇപ്പൊ. ഒന്ന് വെറുതെ ഷർട്ട് ഇട്ടിട്ട് നടന്നു. എന്താ വരുന്നുണ്ട് വെറുതെ ചുമ്മാ ഒന്ന് ചവിട്ടി പിടിച്ചോണ്ട് പോയല്ല. ഏതായാലും 30-ൽ 30. ഒരു കലയും 100% പൂർണ്ണമാകുന്നില്ല. ഞാൻ 30 തന്നാൽ നിങ്ങൾ ഇതിന്റെ മുകളിലോട്ട് ഇനി കയറില്ല. നിങ്ങൾ ഇനിയും ഇതിലും കൂടുതൽ നന്നാക്കണം. അതുകൊണ്ട് 29. 30-ൽ 30. മൊത്തം 89 മാർക്കാണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി 10-ൽ ടിക് ടിക് 10-ൽ 10. എനിക്ക് തോന്നുന്നു സെമി ഫൈനൽസിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് നിങ്ങൾ. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ തന്നെയാണ് കാഴ്ചവെച്ചത്. ഫൈനൽസിൽ ഇതിലും ഭീകരമായിട്ടുള്ള ഒരു പ്രകടനം ഞങ്ങൾക്ക് കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഉണ്ടാവും. ബെസ്റ്റ് ഓഫ് ലക്ക്.